ഈ കാണുന്നത് ബിദിരയിലെ MGM സ്കൂളാണ്. ഈ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന ഒരു സ്വിമ്മിംഗ് പൂളും പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് MGM സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം, സജു വിതരക്കാരാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വിതിരയിലെ MGM സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിലാണ്. നമ്മുടെ വിതുര മേഖലയിലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രയോജനമാകുന്ന രീതിയിലാണ് ഇവിടെ ഈ സ്വിമ്മിംഗ് പൂള് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മുടെ ഏരിയയിലൊക്കെയുള്ള മുതിർന്നവരും കുട്ടികളുമൊക്കെ ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ഈ ഫിംഗർ അപ്പ് ചെയ്യേ. ഓക്കെ, മോനോ തന്നെ ഫിംഗർ സ്വല്പം അപ്പ് ചെയ്യേ. ഓക്കെ, റെഡി ആയിക്കോ. റെഡി ഗോ. ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളം ചെക്ക് ചെയ്ത് എഴുതുന്ന രജിസ്റ്ററാണ് ഇത്. ആഴ്ചയിൽ ഒരു ദിവസം മലയാടി ഹെൽത്തിൽ നിന്ന് ആൾ വന്ന് ഇത് ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്. ലെവലും pH ലെവലും കുറയുന്നത് കൂടുന്നതിനനുസരിച്ച് വെള്ളം മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട്. ഈ വെള്ളത്തിൻ്റെ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. വെള്ളത്തിൻ്റെ ചെക്ക് ചെയ്യാനുള്ളത് ഇതാണ്. ഇതിനുള്ള കിറ്റ് pH ലെവലും ക്ലോറിൻ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് കിറ്റാണ്. ഇതിൽ സാമ്പിൾ വെള്ളം എടുത്തതിന് ശേഷം ഇതിൽ 4 ഡ്രോപ്പ് ഈ റെഡ് സൊല്യൂഷനും ഈ വൈറ്റ് സൊല്യൂഷനും 4 തുള്ളി ഒഴിച്ചതിന് ശേഷം ഈ ജലത്തിൻ്റെ കളറ് ഈ കാണുന്ന ഈ 7.5ഉം 2.4ഉം pH 7.5 ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ക്ലോറിന് 2.4 ആണ്. കുറഞ്ഞത് 0.5 6.8 എങ്കിലും വെള്ളത്തിൽ ആവശ്യമുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. റെഡി ആയിക്കോ മോനെ, റെഡി ആയിക്കോ. ലാസ്റ്റ് മോള് റെഡി ആയിക്കോ. റെഡി. അതുപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും മാസാവസാനം ഗവൺമെൻറ് മൈക്രോബയോളജിക്കൽ ലാബിൽ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അത് മലയാടി ഹെൽത്ത് ഇൻസ്പെക്ടറും ടീമും വന്നാണ് സാമ്പിൾ എടുത്തതെന്ന് അത് സീൽ ചെയ്ത് കൊണ്ടു കൊടുക്കാറുള്ളത്. ചേട്ടാ, ഈ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഫിൽട്രേഷൻ റൂം. ഇവിടുത്തെ മൊത്തം 3 ഫിൽറ്ററും 3 മോട്ടറും 2 ഫിൽറ്ററും ഉണ്ട്. ബാലൻസ് ടാങ്കിൽ നിന്ന് കുളത്തിൽ നിന്ന് അടിക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ടാങ്ക് വഴി മോട്ടറിൽ കയറി ഫിൽട്ടർ ചെയ്ത് പൂളിലെത്തുന്നു. കിണറ്റിൽ നിന്നുള്ള വെള്ളം ഇവിടെ ഈ ടാങ്കിൽ സ്റ്റോറേജ് ചെയ്ത് ക്ലോറിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഫിൽട്ടറായി പൂളിലേക്ക് ഇറങ്ങുന്നത്. ഡയറക്റ്റ് ഇറക്കൂല പൂളിൽ. സ്വിമ്മിങ്ങിന് ആവശ്യമുള്ള എല്ലാവിധ കോസ്റ്റ്യൂമും ഇവിടെ ഉണ്ട്. ജാമറും പിന്നെ ഹൈനെക്കിൻ്റെ യൂണിസെക്സ് മോഡലാണ്. ലേഡീസിനും ജെൻസിനും ഉപയോഗിക്കാവുന്ന ഡ്രസ്സാണ്. പിന്നെ ക്യാപ്പും ഫ്രീ സൈസാണ്, യൂണിസെക്സ്. അതുപോലെ കണ്ണാടി. ഫ്രീ സ്റ്റൈലാണ്. ഫ്രീ സ്റ്റൈൽ പഠിപ്പിക്കും. 1 മാസം കൊണ്ട് ആ ഫ്രീ സ്റ്റൈൽ പഠിക്കും. ആദ്യമായി കിക്ക് തുടങ്ങും, അത് കഴിഞ്ഞ് ഫ്ലോട്ടിങ്, കിക്കിങ്. അത് കഴിഞ്ഞ് 1 മാസം കൊണ്ട് ഫ്രീ സ്റ്റൈൽ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബ്രസ്റ്റ് സ്ട്രോക്ക്, ബാക്ക് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ഈ 3 സ്ട്രോക്ക്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 4 സ്ട്രോക്കാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ 1 മാസം കൊണ്ട് ഫ്രീ സ്റ്റൈലേ ആവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള സ്ട്രോക്കുകൾ തുടങ്ങുന്നത്. പഠിക്കുന്ന മോനാണ്? 2 പേരുണ്ട്. 2 പേരുണ്ട്. ഒരാള് 6ലും ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും. എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? ഇതിന് മുന്നേ ഇവിടെ പൂളോട് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഇവരാണ് പുതുതായിട്ടൊന്ന് SH സിംബേഴ്സാണ് വന്നത്. അവിടെ ക്ലാസ്സൊക്കെ നന്നായിട്ടുണ്ട്. ട്രെയിനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. എല്ലാ വാട്ടറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തൊക്കെ പോകുന്നുണ്ട്. റെഡി. എങ്ങനെയാണ് നമ്മളെ പൂളിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, എൻ്റെ കുട്ടികളെ ഈ വർഷമാണ് ചേർത്തത്. അപ്പോൾ ഇതുവരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയുള്ള കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. 2-3 മാസമേ ആവുന്നുള്ളൂ, അല്ല ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഈ പൂളിൽ വന്നു തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഈ മാസം ആണ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയുണ്ട് ഈ പൂളിൽ വന്നതിന് ശേഷം മോൻ എങ്ങനെയുണ്ട്? നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നു. അതുപോലെ തന്നെ മോന് നന്നായിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഒരു 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ? സ്വിമ്മിങ് ചെയ്യാൻ പറ്റുമോ? മതി, മോനും പറ്റുന്നതാ മതി.
ഈ നീന്തൽ കൊണ്ട് നമ്മളെ കുട്ടികൾക്കുള്ള രക്ഷ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? മെയിനായിട്ട് കുട്ടികൾക്ക് വെള്ളത്തിനോടുള്ള പേടി മാറ്റുക, അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് ഇത് ഒരുപാട് കൺട്രോൾ ആവുന്നുണ്ട്. പിന്നെ അവർക്ക് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം നമ്മളുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി നീന്തൽ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങളൊക്കെ ഇത് എത്ര സെൻറ്റിമീറ്റർ ആഴമുണ്ട്, അതുപോലെ നീളവും വീതിയൊക്കെ അതൊന്ന് പരിചയപ്പെടുത്തൂ. പൂളിൻ്റെ നീളം വന്നിട്ട് 25 മീറ്റർ നീളവും 12.5 മീറ്റർ വീതിയും 3.5 അടി താഴ്ച വന്നിട്ട് 4.5 അടി. ഇങ്ങനെയാണ്. 120 സെൻറ്റിമീറ്റർ ഹൈറ്റ് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ചേട്ടാ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളെ കുട്ടികൾ റേറ്റ് 21 ക്ലാസ്സിന് 1200 രൂപ. എൻ്റെ പേര് ബിനു. സാർ എത്ര നാളായി ഇവിടെ? ഇവിടെ ഞാൻ 2 മാസത്തിൽ കൂടുതലായി. അതെ. മുമ്പ് എവിടെയാണ് വർക്ക് ചെയ്തത്? ബാംഗ്ലൂരായിരുന്നു. ഒരു 9 വർഷക്കാലം ബാംഗ്ലൂരായിരുന്നു. ഇവിടെ എങ്ങനെയാണ് നമ്മളെ പൂളിൻ്റെ ഇതൊക്കെ രീതികളെല്ലാം? മനോഹരമായി നോക്കുന്നുണ്ട്. മെയിൻ്റനൻസ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള കോച്ചേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ എല്ലാം പെട്ടെന്ന് സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്, ട്രെയിനിങ്ങിന് കിട്ടുന്നുണ്ട്. ഇനിയും ഒരുപാട് കുട്ടികൾ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ ഇപ്പോൾ സ്വിമ്മിങ് എന്ന് പറയുന്നത് കമ്പൽസറി ആണല്ലോ, നീന്തൽ എല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ല അത്യാവശ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ യുവാക്കൾക്ക് ഇപ്പോൾ പോലീസിലായാലും ഫയർഫോഴ്സിലായാലും നേവിയിലായാലും സ്വിമ്മിങ് പഠിച്ചിരിക്കണം. അവർ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. എല്ലാവരും സ്വിമ്മിങ് പഠിക്കുന്നത് ഒരു അത്യാവശ്യ ഇത് തന്നെയാണ്. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ ഈ പൂളിൽ ഒരു വിധത്തിലുള്ള ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ പ്രവേശിപ്പിക്കുന്നതല്ല. ഇവിടെ മെയിനായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള സ്വിമ്മിങ് പ്രാക്ടീസ് മാത്രമേ ഇവിടെ നമ്മൾ കൊടുക്കൂ. പേരെന്തോന്ന്? ബാബു. പിന്നെ നമ്മളിവിടെ പൂളിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും പൂളിന് ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ബുധനാഴ്ച ഇടുന്ന നമ്മൾ ഫുൾ ഡീപ്പ് ക്ലീനിങ് ആണ്. അന്ന് ഒരു ക്ലാസ്സും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സാണ്. അത് നമുക്ക് 2-3 പേരായിട്ട് ചേർന്ന് നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അന്ന് ഒരു ക്ലാസ്സും തന്നെ നമുക്ക് അനുവദിക്കുന്നതല്ല. ഓക്കെ. ഡോക്ടറിന് വേണ്ടിയിട്ട് ശ്രദ്ധയ്ക്കാണ് ഒരു കാര്യം പറയാനുള്ളത്. നമ്മൾ പല കുളത്തിലും അതുപോലെ തന്നെ പുഴയിലുമൊക്കെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും പോകാറുണ്ട്. അപ്പം അത്തരം സിറ്റുവേഷനിലൊക്കെ ഒരു പക്ഷേ അബദ്ധവശാൽ കാല് വഴുതി നമ്മൾ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ ഒക്കെ വീണ് ഇപ്പോൾ ഒരുപാട് കേസ് വരുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾ നഷ്ടമാകുന്ന രീതി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും കായികപരമായാലും ആരോഗ്യപരമായിട്ടുള്ള എല്ലാത്തിനും നീന്തൽ ഒരു വളരെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ട്രെയിനിങ്, പരിശീലനം നമ്മൾ നൽകി വെച്ചിരുന്നാൽ തൽക്കാലം നമ്മൾ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ നമ്മൾ അകപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷയ്ക്ക് അവർ തന്നെ കരയിൽ എത്തുന്ന ഒരു രീതി വരണം. അപ്പോൾ അതിനൊക്കെ എല്ലാ മാതാപിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ട്രെയിനിങ് ചെയ്ത് നമ്മൾ നീന്തലിന് പരിശീലനം നൽകണമെന്ന് ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്.